Hi dear friends. ഇത് വെളുത്തുള്ളി കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഓർത്തപ്പോൾ എനിക്ക് വിനെഗർ ചേർക്കുകയും വേണ്ട. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പുളിക്ക് മാങ്ങ ചേർക്കാം. അപ്പോൾ ഇത് 150 ഗ്രാം വെളുത്തുള്ളിയും അതിലോട്ട് ചേർക്കാൻ കുറച്ച് ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു 50 ഗ്രാം ഇഞ്ചി ഉണ്ടാവും. അത് ഒന്ന് ക്രഷ് ചെയ്തു. ഇനി ആവശ്യമായ പൗഡറുകൾ എടുക്കാം. സാധാ നമ്മുടെ എരിവുള്ള മുളക് പൊടി 2 സ്പൂൺ. ഇനി ആഡ് ചെയ്യാം ഇത്ര ഉലുവാപ്പൊടി. ഇനി എടുക്കാം മഞ്ഞൾപ്പൊടി. ഇതൊക്കെയാണ് പൊടികളായിട്ട് ഈ അച്ചാറിലോട്ട് ആഡ് ചെയ്യണത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചോപ്പ് ചെയ്തെടുത്തു. മാങ്ങ തൊലി ചെത്തിയെടുത്ത് കളർ മാറിയിട്ടുണ്ടെങ്കിലും ഭയങ്കര പുളിപ്പാണ്. തൊലി കളയേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ കയ്പുള്ള തൊലി ആയതുകൊണ്ട് ഞാൻ ചെത്തിക്കളഞ്ഞു. ഇനി മാങ്ങയെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ചീനച്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂട്ടാനിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. മാങ്ങ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി വേണമെങ്കിൽ ഇതൊന്ന് ചെറുതാക്കി കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി അച്ചാറിലോട്ട് ഞാൻ ചേർക്കുന്നത് പുളിക്ക് വേണ്ടി മാങ്ങയാണ്, വിനെഗർ അല്ല. നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് വന്നു കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് പുളിക്ക് വേണ്ടി മാങ്ങ ആഡ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത മാങ്ങയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൻ്റെ ചോയക്കൊന്ന് മാറുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പൊടികൾ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്നുകൂടി വെള്ളം ഇറങ്ങും. ആ വെള്ളം ഒന്ന് മറ്റി കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ചേർക്കാം. ഈ പൊടികളുടെ കൂടെ ഒരു ചെറിയ കട്ട കായം കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ വെളുത്തുള്ളി അച്ചാർ റെഡിയായി. വിനെഗറിന് പകരം മാങ്ങ ചേർത്തത് നല്ല ടേസ്റ്റാണ്. തൊടുകറി പോലെ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും വിനെഗർ ചേർത്തിട്ടേ ഇല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളെല്ലാവരും കണ്ടില്ലേ മുത്തു പോലെ വെളുത്തുള്ളി കാണുന്നത്? വെളുത്തുള്ളി ഇഞ്ചിയും മാങ്ങയും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.
അങ്ങനെ നമ്മുടെ വിനെഗറില്ലാത്ത വെളുത്തുള്ളി മാങ്ങ ചേർത്ത അച്ചാർ റെഡി.